പ്രിയപ്പെട്ടവരെ, ഈ കമ്പനിയുടെ MD അഥവാ മാനേജിംഗ് ഡയറക്ടർ മറ്റാരുമല്ല, ലീഗിന്റെ സൈബർ പോരാളിയും ദുബായിലെ KMCCയുടെ അവിഭാജ്യ ഘടകവുമായ സാഹിബ് ബദറു കൈതപ്പൊയിലാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു ഓഫീസിന്റെ ആവശ്യമില്ല. ഈ കമ്പനിക്ക് ഒരു വെയർ ഹൗസിന്റെയും ആവശ്യമില്ല. ഈ കമ്പനിക്ക് ആവശ്യമുള്ളത് കുറച്ച് വില്ലകളും അപ്പാർട്ട്മെന്റുകളും കുറച്ച് മുറികളും മാത്രമാണ്. പിന്നെ കാണാൻ സൗന്ദര്യമുള്ള, എന്തിനും മനസ്സുള്ള കുറച്ച് പെൺകുട്ടികളും മാത്രമാണ്. ഇവരെയെല്ലാം പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് മാനേജരും ഓഫീസ് മാനേജരുമാണ് ഫിറോസും മറ്റ് എല്ലാവരും. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ബദറു കൈതപ്പൊയിലാണെന്നുള്ള സത്യം കൂടി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് പങ്കാളികൾക്ക് ഒരു പ്രത്യേക ഓഫീസിന്റെ ആവശ്യമില്ലാത്തതെന്നും എന്തുകൊണ്ടാണ് ഇതിന് വെയർ ഹൗസ് വേണ്ടാത്തതെന്നും എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട മാത്രം ആൾക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഒരു നൈറ്റിനും അല്ലെങ്കിൽ 2 മണിക്കൂറുകൾക്കും വേണ്ടി മാത്രം പോകുന്നതിന് പ്രത്യേകിച്ച് ഓഫീസിന്റെ ആവശ്യമില്ല. അതിന് വേണ്ടത് സുരക്ഷിതമായ മുറികളാണ്, സുരക്ഷിതമായ മാനദണ്ഡങ്ങളാണ്, സുരക്ഷിതമായ കാവൽക്കാരാണ്, സുരക്ഷിതമായ ഇതുപോലെയുള്ള മുതലാളിമാരും പാർട്ട് ടൈം ജോലിക്കാരുമാണ്. പിന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ചില മുതിർന്ന ലീഗ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും വേണ്ടി സ്ത്രീകളെ ആവശ്യമില്ല, അവർക്ക് വേണ്ടി കാണാൻ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാരെയും ജോലി കൊടുത്ത് ദുബായിയുടെ പരിസര പ്രദേശങ്ങളിൽ ജോലിക്കായി വെച്ചിട്ടുണ്ടെന്നും ഈ നേതാക്കൾ ദുബായിലെത്തുമ്പോൾ ആ ചെറുപ്പക്കാർ ഇവരുടെ കൂടെയാണ് യാത്രയെന്നുമൊക്കെയുള്ള വാർത്തകൾ, തെളിവില്ലാത്തതും തെളിവുള്ളതുമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ചാ വിഷയമാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മളെ പഠിപ്പിച്ച യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PK ഫിറോസിന്റെ വരുമാന സ്രോതസ്സും ബിസിനസ് പങ്കാളിത്തവും. മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട സുൽത്താൻ KT ജലീൽ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾക്ക് കൃത്യമായ മറുപടിയോ തെളിവുകളോ നൽകാതെ ഇന്നലെ PK ഫിറോസ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. കേരളത്തിലെ ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഉറക്കമൊഴിഞ്ഞ് പാർട്ട് ടൈം പണി ചെയ്യുമ്പോൾ ആ PK ഫിറോസിന് മാസം 5.25 ലക്ഷം രൂപ നൽകുന്ന ആ പ്രധാനപ്പെട്ട കമ്പനിയുടെ MD അഥവാ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ആ കമ്പനിയുടെ ഓഫീസ് ദുബായിൽ എവിടെയാണ്? ആ കമ്പനിക്ക് ആവശ്യമായ വെയർ ഹൗസ് ദുബായിയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ ചാനലുകളും മാധ്യമ പ്രവർത്തകരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആർക്കും ഇതുവരെ ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അതിനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരമാണ് ഈ വീഡിയോ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് PK ഫിറോസ് കമ്പനിയുടെയും MDയുടെയും മറ്റ് ജോലിക്കാരുടെയും ഒന്ന് രഹസ്യങ്ങൾ പുറത്തുവിടാത്തതെന്നും എങ്ങനെയാണ് ഇവർക്ക് മാസം നാട്ടിലിരുന്നു കൊണ്ട് 5.25 ലക്ഷം രൂപയോളം പ്രതിമാസ വരുമാനം ഉണ്ടാകുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഈ കമ്പനിയുടെ MD അഥവാ മാനേജിംഗ് ഡയറക്ടർ മറ്റാരുമല്ല, ലീഗിന്റെ സൈബർ പോരാളിയും ദുബായിലെ KMCCയുടെ അവിഭാജ്യ ഘടകവുമായ സാഹിബ് ബദറു കൈതപ്പൊയിലാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു ഓഫീസിന്റെ ആവശ്യമില്ല. ഈ കമ്പനിക്ക് ഒരു വെയർ ഹൗസിന്റെയും ആവശ്യമില്ല. ഈ കമ്പനിക്ക് ആവശ്യമുള്ളത് കുറച്ച് വില്ലകളും അപ്പാർട്ട്മെന്റുകളും കുറച്ച് മുറികളും മാത്രമാണ്. പിന്നെ കാണാൻ സൗന്ദര്യമുള്ള, എന്തിനും മനസ്സുള്ള കുറച്ച് പെൺകുട്ടികളും മാത്രമാണ്. ഇവരെയെല്ലാം പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് മാനേജരും ഓഫീസ് മാനേജരുമാണ് ഫിറോസും മറ്റ് എല്ലാവരും. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ബദറു കൈതപ്പൊയിലാണെന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ കമ്പനിയിലേക്ക് എങ്ങനെ പെൺകുട്ടികളെ എത്തിക്കാമെന്നും ഈ കമ്പനിക്ക് എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്നും ഈ കമ്പനിയെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സാമ്പത്തിക ലാഭം കിട്ടുമെന്നുമുള്ള ക്ലാസ് എടുക്കുന്ന ബദറു കൈതപ്പൊയിലിന്റെ ഒരു സംസാര ഫോൺ റെക്കോർഡാണ് ഇതോടൊപ്പം പുറത്തുവിടുന്നത്. ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. കേട്ടവർക്കും കേൾക്കാത്തവർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടി ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനോടൊപ്പം പുറത്തുവിടുകയാണ്. ആ വോയിസ് ക്ലിപ്പ് കേട്ട് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് PK ഫിറോസ് കമ്പനിയുടെ രഹസ്യങ്ങൾ പുറത്തുവിടാത്തതെന്ന്, എങ്ങനെയാണ് ഇവർക്ക് മാസം ഇത്ര ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ബിസിനസ് ലോകത്തിന്റെ ഏത് മൂലയിൽ നടത്തിയാലും അതിന് പ്രത്യേകിച്ച് ഓഫീസുകളോ വെയർ ഹൗസുകളോ തൊഴിലാളികളോ വേണ്ട, കുറെ പെൺകുട്ടികളും ഇവരെ പോലെയുള്ള പിമ്പുകളും മാത്രം മതി എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല
കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടെല്ലാം ബദറു കൈതപ്പൊയിലിനുള്ള ആ അടുപ്പവും നമുക്ക് ചർച്ചാ വിഷയമാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കാൻ മാത്രം എന്താണ് വി.ഡി. സതീശനും ബദറു കൈതപ്പൊയിലുമായിട്ടുള്ള ബന്ധം എന്നുകൂടി നമ്മൾക്ക് ചോദ്യചിഹ്നമായി ഇവരുടെ മുമ്പിൽ നിർത്തേണ്ടതുണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ചില കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ പറയാ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഗൾഫല്ലേ, ഗൾഫ് പോയിക്കൂടെ, നിങ്ങൾക്കൊക്കെ ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് അതിന് അങ്ങനെ ചോദിക്കാം. എന്നാ പറയാ, എന്റെ ഒരു സുഹൃത്ത് ഉണ്ട്, ഞാനിങ്ങനെ അടുത്ത് എന്നെ വിളിക്കലും പറയലൊക്കെ ഉണ്ടാറ്, പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല ജോലി നല്ല സാലറി ഒക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇവിടെ നിന്നിങ്ങനെ നിൽക്കണമെന്നല്ല അങ്ങോട്ടേടെ പോയിക്കൂടെ എന്നൊക്കെ ഒരു അഭിപ്രായം നമ്മളിങ്ങനെ പറയാ. നിങ്ങൾക്കാട്ടോ തീരുമാനം, ഞാനായി നിർബന്ധിക്കാനൊന്നല്ല. ഞാനിപ്പോ നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നതിനെക്കൊണ്ട് ചെറിയ ശമ്പളത്തിന് ഇവിടെ പണിയെടുക്കുന്നതും അവിടെ പണിയെടുക്കുന്നതും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയാ. അങ്ങനെ പറഞ്ഞിട്ട് ഓലെന്ത് ചെയ്യാം, മാക്സിമം ഇങ്ങോട്ട് പോരാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കണം അവർക്ക് താല്പര്യം. അതെ, പിന്നെ ഗൾഫിലായാല് അല്ലെങ്കിൽ എന്താ അതെ, അതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ ഏത് അറിയോ, ഇപ്പൊ എനിക്ക് പ്രായം ഏജ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നു ഗൾഫായി നല്ലത്, അങ്ങനെ പറഞ്ഞ് മൂട് കേൾക്കുക. എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരനായിട്ട് ഞാൻ സംസാരിക്കുമ്പോ നല്ല വേക്കൻസി ഉണ്ടാവും വിദ്യാഭ്യാസത്തിന്, പക്ഷെ എനിക്കതില്ലാതെ എന്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയാം, നമ്മൾക്ക് പറയാം. അപ്പോ എന്താ ചെയ്യും, അവർ ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിക്കോ, ഗ്യാരണ്ടി ആയിട്ട്. അല്ല, നമ്മള് ഈ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ നമ്മള് ഈ വേറെ ജോലിക്കാണെന്ന് അവർക്ക് അറിയുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവൂലേ? ആ ജോലി അല്ലല്ലോ, ആ ജോലിക്ക് നമ്മൾ പറഞ്ഞേക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, ഇങ്ങാടെ റൂമിൽ ഒരു ജോലിക്ക് പോയൊക്കെ ചെയ്താലും ഓൾക്ക് ഒരു സൈഡായിട്ട്, അതായത് ഇപ്പോ സൈഡ്, അതായത് ഒരാൾക്ക് കൊടുത്താൽ 1000-2000 ദിർഹം കിട്ടണം. മറ്റേത് പോയാൽ 100 ദിർഹം കിട്ടുക. അതില് 50 കൊടുത്താൽ 1000-2000 കിട്ടും. അതായത് എല്ലാവർക്കും നിരത്തി കൊടുത്താൽ അത് കിട്ടൂല. 1-2 ആളൊക്കെ പിന്നെ ഇടയ്ക്ക് വന്ന് ഞാൻ കൊണ്ടുവരുന്നതിന് 1000-1500 ഒക്കെ കിട്ടും. അങ്ങനെ അത് നിരത്തി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 100 റുപ്യ 150 റുപ്യ ഒക്കെ കിട്ടുക. അതിൽ മറ്റുള്ള റൂമിന്റെ വാടകയ്ക്ക് 50 റുപ്യ വെച്ചിക്കുക. മറ്റേത് അതല്ല. മറ്റേത് ഒരു റൂമിലേക്ക് എനിക്ക് വേണം തോന്നിയാല് ഞാൻ എന്നെ എന്റെ ഫ്രണ്ട് നന്നാക്കി പറയാറ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ 1000 റുപ്യ എനിക്ക് വാങ്ങിയാൽ 500 കൊടുത്താൽ 500 എടുത്തൂടെ? എനിക്ക് 500 കിട്ടും, അവർക്ക് 500 ദീർഘല്ലേ? അതെ, ദിർഹം. അതായത് നാട്ടിലെ 10,000 ആയി. 10,000 അല്ല 12,000. ഒരു 2 മണിക്കൂർ. ഇനിയിപ്പോ ഒരു നൈറ്റ് വേണോ, ഒരാ 10-150 പറയാ, അല്ല 1500 പറയാ, 750 എനിക്ക് കിട്ടൂലേ? അല്ല 500 കിട്ടൂലേ? ബാക്കിയവർക്ക് 1000 അവർക്ക് കൊടുത്തൂടെ? അങ്ങനെ നടക്കൂ. പിന്നെ അതല്ല, അവിടെ തന്നെ ഈ നമ്മളെ എറണാകുളത്ത് തന്നെ ഒരു പണിയടിച്ച് നമ്മൾ നല്ലോണം പറഞ്ഞു കൊടുക്കണം. അങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് പങ്കാളികൾക്ക് ഒരു പ്രത്യേക ഓഫീസിന്റെ ആവശ്യമില്ലാത്തതെന്നും, എന്തുകൊണ്ടാണ് ഇതിന് വെയർ ഹൗസ് വേണ്ടാത്തതെന്നും. എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല, പ്രധാനപ്പെട്ട മാത്രം ആൾക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഒരു നൈറ്റിനും അല്ലെങ്കിൽ 2 മണിക്കൂറുകൾക്കും വേണ്ടി മാത്രം പോകുന്നതിന് പ്രത്യേകിച്ച് ഓഫീസിന്റെ ആവശ്യമില്ല. അതിന് വേണ്ടത് സുരക്ഷിതമായ മുറികളാണ്, സുരക്ഷിതമായ മാനദണ്ഡങ്ങളാണ്, സുരക്ഷിതമായ കാവൽക്കാരാണ്, സുരക്ഷിതമായ ഇതുപോലെയുള്ള മുതലാളിമാരും പാർട്ട് ടൈം ജോലിക്കാരുമാണ്. പിന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ചില മുതിർന്ന ലീഗ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും വേണ്ടി സ്ത്രീകളെ ആവശ്യമില്ല, അവർക്ക് വേണ്ടി കാണാൻ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാരെയും ജോലി കൊടുത്ത് ദുബായിയുടെ പരിസര പ്രദേശങ്ങളിൽ ജോലിക്കായി വെച്ചിട്ടുണ്ടെന്നും, ഈ നേതാക്കൾ ദുബായിലെത്തുമ്പോൾ ആ ചെറുപ്പക്കാർ ഇവരുടെ കൂടെയാണ് യാത്രയെന്നുമൊക്കെയുള്ള വാർത്തകൾ, തെളിവില്ലാത്തതും തെളിവുള്ളതുമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മനസ്സിലാക്കുക, UDF മുന്നണിയിലെ ഒരു നേതാവ് പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് വിധേയരാക്കുമ്പോൾ മറ്റു നേതാക്കൾ പെണ്ണ് കച്ചവടം നടത്തി കാശ് ഉണ്ടാക്കുന്നു. ഇതാണ് UDF എന്നും കോൺഗ്രസ് എന്നും ലീഗെന്നും നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് ഇവരുടെ പതനമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.